നിമിഷപ്രിയയുടെ വിഷയത്തിൽ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നേരിട്ടിടപെട്ട ഒരാളാണ് ഞാൻ. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പ് സാധിക്കാവുന്ന എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യമനിൽ നിരവധി സങ്കീർണതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു വിഷയം യമനിലെ ആഭ്യന്തര യുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു കൂട്ടുപ്രതി യമൻകാരനായിട്ടുള്ള യമൻ പൗരനായിട്ടുള്ള ഒരാളുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ കുടുംബവുമായിട്ടുള്ള ബ്ലഡ് മണിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ്. ഈ കാര്യങ്ങളിലൊക്കെ നിരവധി സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് വിദേശകാര്യ വകുപ്പ് എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമായി എന്നാണ് ഇന്നലത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അത് സംബന്ധിച്ച് നിങ്ങൾ വായിച്ചതുപോലെ തന്നെ നിരവധി വാർത്തകൾ ഞാനും വായിച്ചിട്ടുണ്ട്. ആ വാർത്തകൾ ആര് പറയുന്നതാണ്, ഈ പറയുന്നതിന്റെ വസ്തുതകളെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത് നീട്ടിവെക്കുന്നത് നമുക്ക് നീട്ടിവെക്കുന്നതിൽ വിജയിച്ചു.